ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആൻഡ് ദിസ് ഇസ് മി ശില്പ. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എൻ്റെ സ്കിൻ കെയർ റൂട്ടീനെ കുറിച്ചിട്ടാണ്. നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ എൻ്റെ പണ്ടത്തെ വീഡിയോസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം എൻ്റെ സ്കിൻ ഇതാ ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിലും കഷ്ടമായിരുന്നു. പല ട്രീറ്റ്മെൻറ്റ്സും പലതും ചെയ്തിട്ടാണ് ഇപ്പോൾ എൻ്റെ സ്കിൻ ഇപ്പോൾ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത്. ഇപ്പോഴും അത് സൂപ്പർ ക്ലിയർ പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ അതിന് വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്ത കുറച്ച് പ്രൊഡക്ട്സ് ആണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇതൊരു നോൺ സ്പോൺസേർഡ് വീഡിയോ ആണ് കേട്ടോ. ഇതൊരുമാതിരി പല ബ്രാൻഡ് വന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യണ വീഡിയോ ഒന്നല്ല. ഇത് എൻ്റെതായിട്ടുള്ള പ്രൊഡക്ട്സ് ഞാൻ എന്തൊക്കെയാണോ യൂസ് ചെയ്യുന്നത് അതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. സോ വിതൗട്ട് എനി ഫർദർ ഡ്യൂ ആൻഡ് ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ചെയ്യേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ഓൾസോ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ. എനിക്ക് എല്ലാ വീഡിയോയിലും ഇങ്ങനെ പറയാൻ ഇഷ്ടമല്ല, പക്ഷേ സ്റ്റിൽ ഞാൻ പറയുന്നതാണ്, പലരും ചെയ്യാറില്ല. അപ്പം നമ്മൾ ആദ്യം തന്നെ എന്താണ് ഞാൻ ബേസ് ആയിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ എന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ മേക്കപ്പ് യൂസ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ എപ്പോഴും അധികം യൂസ് ചെയ്തില്ലെങ്കിലും ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നമ്മുടെ മേക്കപ്പ് ഇടുമ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സ്കിന്നിൽ മേക്കപ്പ് ഇങ്ങനെ അടിഞ്ഞുകൂടി ഇരുന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. ഇറ്റ്സ് ലൈക്ക് ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, ആക്നെ ഇഷ്യൂസ് ആൻഡ് എ ലോട്ട് ഓഫ് ഇഷ്യൂസ്. അതൊക്കെ നമുക്ക് ക്യൂർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ മര്യാദയ്ക്ക് അത് റിമൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു പ്രൊഡക്റ്റ്. ഇത് വന്നിട്ട് ഒരു ഓയിലാണ്. ഇതൊരു ഓയിൽ ബേസ്ഡ് ക്ലെൻസർ ആണ്. അപ്പം നിങ്ങൾ പലരും ചോദിക്കും, ഓയിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ സ്കിന്നിലത്തെ ആക്നെ ഉണ്ടെങ്കിൽ കൂടില്ലേ എന്നുള്ളത്. ഇത് നമ്മൾ അധികം നേരമൊന്നും വെക്കുന്നില്ലല്ലോ, അത് നമ്മൾ കുറച്ച് നേരം മാത്രമല്ലേ വെക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനത് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഹെൽപ്ഫുൾ ആവാറുണ്ട്. ഇത് വന്നിട്ട് കോൺഷ്യസ് കെമിസ്റ്റിൻ്റെ ഒരു ഓയിൽ ബേസ്ഡ് മേക്കപ്പ് റിമൂവർ ആണ്. ഇത് ജസ്റ്റ് നമ്മൾ കുറച്ച് കയ്യിലെടുത്തിട്ട് ജസ്റ്റ് മസാജ് ചെയ്തിട്ട് സ്കിന്നിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. അതിനുശേഷം എല്ലാം ബ്രേക്ക് ഡൗൺ ആയെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് ഫേസ് വാഷ് എടുത്തിട്ട് വാഷ് ചെയ്യുക. പിന്നെ ഞാൻ വേറൊരു റെക്കമെൻഡേഷനും കൂടി പറയാം. ഡീകൺസ്ട്രക്റ്റിൻ്റെ ഈ കാണുന്ന ഈ ഒരു പ്രൊഡക്റ്റും കൂടി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. ഒരു ക്രീം ബേസ്ഡ് ആണിത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എല്ലാം റിമൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇത് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ സോപ്പി ആയിട്ട് പോവില്ല. നമ്മൾ പറയണ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സോപ്പ് ആയ പോലെ തന്നെ എല്ലാം പെട്ടെന്ന് വാഷ് ഔട്ട് ആയി പോകും. അങ്ങനെ ഒരു ഉപകാരം കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ മേക്കപ്പ് ഇടുന്നുണ്ടെങ്കിൽ ഈവൻ സൺസ്ക്രീൻ ഇട്ടാൽ പോലും നമ്മൾ ഇത് യൂസ് ചെയ്യണമെന്നാണ് പറയുന്നത്. കാരണം വേറെ ഒന്നുമല്ല, അതൊക്കെ നമ്മുടെ സ്കിന്നിനകത്ത് വന്നിരിക്കാനും പോൾസ് ക്ലോഗ് ചെയ്യാനും ഒക്കെ കാരണങ്ങളാക്കും. ഓക്കെ, പിന്നെ ഞാൻ പറയാൻ പോകുന്ന അവസാനത്തെ കാര്യം നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്യുക. അതായിരിക്കും നിങ്ങളുടെ സ്കിന്നിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. കാരണം എൻ്റെ സ്കിന്നിനെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു കാര്യം അതാണ്. അപ്പോൾ അതെന്തായാലും കാണാം. ഓക്കെ, പിന്നെ നിങ്ങൾ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മറക്കരുത് കേട്ടോ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. അൺഫോളോ വിത്ത് ശില്പ എന്നാണ് പേര്. അപ്പോൾ ദ നെക്സ്റ്റ് പ്രോഡക്റ്റ് ഈസ് സാലിസിനമൈഡ് ആക്നെ ഫേസ് വാഷ് ഫ്രം ഡെർമാക്കോ ഐ ഗെസ്. അപ്പോൾ ഇത് വന്നിട്ട് ഇതെനിക്ക് തോന്നുന്നു ഇതെൻ്റെ ഒരു 5th or 6th ബോട്ടിലാണ്. ഞാൻ അത്ര അധികം യൂസ് ചെയ്യുന്നുണ്ട്. പണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു വലിയ മണ്ടത്തരം എന്ന് പറയുന്നത് ലോകത്ത് കാണുന്ന എല്ലാവിധ സ്കിൻ കെയർ പ്രൊഡക്ട്സും വാങ്ങി സ്കിന്നിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ഫുഡ് നിങ്ങൾ കഴിക്കുമ്പോൾ എല്ലാ ഫുഡും കൂടി എടുത്തങ്ങോട്ട് വിഴുങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു വിമിഷ്ടവും പ്രശ്നങ്ങളൊക്കെ. ഇറ്റ്സ് ലൈക്ക് ദ സെയിം ഫോർ സ്കിൻ ഓൾസോ. യു കാൺ യൂസ് ഓൾ ദ പ്രോഡക്റ്റ് അക്രോസ് ദ വേൾഡ് ഓൺ യുവർ സ്കിൻ. നിങ്ങൾ യൂസ് ചെയ്യുന്നത് നിങ്ങൾ നല്ല പ്രൊഡക്റ്റ് ആണെന്ന് കണ്ടുപിടിച്ചിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ടെസ്റ്റ് ചെയ്ത് നോക്കുക, വർക്ക് ആവുന്നുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യുക. കാരണം ആഫ്റ്റർ ഓൾ നിങ്ങളുടെ ഒരു കോൺഫിഡൻസും എല്ലാം അവസാനം വരുന്നത് നമ്മുടെ സ്കിൻ കെയർ പ്രോഡക്ട്സ് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ നിന്നാണ്. ഓക്കെ, ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഈ ഒരു ഫേസ് വാഷ് വന്നിട്ട് സാലിസിനമൈഡ്, അതായത് സാലിസിലിക് ആസിഡും നയസിനമൈഡും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു സ്കിൻ കെയർ പ്രോഡക്റ്റ് ആണ്. ഇതിന് വലിയ റേറ്റ് ഒന്നും ഇല്ല, അറൗണ്ട് 200 rupees അടുത്താണ് ഇതിന് വരുന്നത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ലിങ്കുകൾ ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് വന്നിട്ട് നല്ലൊരു ഫേസ് വാഷ് ആണ്. നിങ്ങൾക്ക് ആക്നെ പ്രോൺ സ്കിന്നാണ്, ഓയിലി സ്കിന്നാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്തായാലും ചെക്കൗട്ട് ചെയ്യാം. ഇത് പിന്നെ ഡ്രൈ ഔട്ട് ആക്കി പോകുന്നില്ല. നിങ്ങൾക്കിപ്പോൾ ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഇത് ഡ്രൈ ഔട്ട് ആക്കുമൊന്നുമില്ല അധികം. പക്ഷേ നിങ്ങൾ താമസിക്കുന്ന സ്ഥലം, ഞാനിപ്പോൾ മുംബൈയിലായിരുന്ന സമയത്ത് എനിക്ക് ഈ ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ എൻ്റെ സ്കിൻ ഡ്രൈ ആവാൻ തുടങ്ങിയിരുന്നു. ഞാൻ ഇപ്പോൾ മെച്ചോർഡ് ആവുന്നതിനനുസരിച്ചിട്ട് തന്നെ എൻ്റെ സ്കിന്നിൻ്റെ ഒരു കണ്ടീഷനും മാറുന്നുണ്ട്. പണ്ട് എൻ്റെ സ്കിൻ ഭയങ്കര ഓയിലി ആയിരുന്നു, ഭയങ്കര ആക്നെ പ്രോൺ ആയിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ ടു മീഡിയം സോർട്ട് ഓഫ് ഒരു സ്കിൻ ടോൺ ആണ് എൻ്റെ സ്കിൻ ടെക്സ്ചർ ആണ് എൻ്റെ. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് വേണം യൂസ് ചെയ്യാൻ. പക്ഷെ ഇത് നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്ത് എന്തായാലും ഇഷ്ടപ്പെടാവുന്ന ഒരു ഫേസ് വാഷ് ആണ് കേട്ടോ. പിന്നെ അടുത്തത് വരുന്നത് മോയ്സ്ചറൈസർ. അതിന് മുന്നേ ഞാനൊരു ഇത് കാണിച്ചു തരാം.
സീറം കാണിച്ചു തരാം. പലർക്കും അയ്യോ എനിക്കൊരു സീറം ഉപയോഗിക്കണം, ഞാൻ എന്താ ഉപയോഗിക്കുക എന്ന് ചോദിക്കും. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഹൈലറോണിക് ആസിഡ് വെച്ചിട്ടുള്ള ഒരു സീറമാണ്. ഇതൊരു ഫ്രേഗ്രൻസ് ഫ്രീ സീറം ഒന്നല്ല കേട്ടോ, ഇതിന് ഫ്രേഗ്രൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് വന്നിട്ട് ലാക്മേന്നാണ്. കുഴപ്പമില്ലാത്തൊരു ഹൈലറോണിക് ആസിഡ് ആണ്. ഇതെൻ്റെ സ്കിന്നിന് കുറച്ചിങ്ങനെ ഡ്രൈ ഔട്ട് ആവാൻ തുടങ്ങി ഇപ്പം ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയതാണ്. എൻ്റെ ഒരു ഡ്രൈ സ്കിൻ അല്ല യൂഷ്വലി, ഞാൻ കേരളത്തിലുള്ളപ്പോൾ എൻ്റെ ഡ്രൈ സ്കിൻ അല്ല. ഞാനിപ്പോൾ ബാംഗ്ലൂർ മുംബൈയിലൊക്കെ പോകുമ്പോഴാണ് എൻ്റെ സ്കിൻ ഇങ്ങനെ ഡ്രൈ ഔട്ട് ആയിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് ഞാൻ ഉപയോഗിച്ചിരുന്നതാണിത്. അപ്പോൾ ഇത് കുഴപ്പമില്ലാത്തൊരു മോയ്സ്ചറൈസറാണ്, ഐ മീൻ സിറമാണ്. പക്ഷെ നിങ്ങൾ സിറം ഉപയോഗിക്കുന്നതിന് മുന്നേ തന്നെ, ഐ മീൻ അപ്പം തന്നെ നിങ്ങൾ ജസ്റ്റ് സ്കിന്നൊന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ഒരു വെള്ളം പോലെ ഉണ്ടാവില്ലേ, അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ അടുത്തൊരു പ്രോഡക്റ്റ് വന്നിട്ട് ഈ ഒരു അഡ്വാൻസ്ഡ് സ്നെയിൽ മ്യൂസിൻ. ഇത് ഭയങ്കര ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു സംഭവമാണ്. ഇതിൻ്റെ കുട്ടിയാണിത്. വലിയ പാക്കറ്റ് ഉണ്ട്, ഞാൻ വലുത് വാങ്ങിയിട്ടില്ല. വലുതിന് അറൗണ്ട് ഒരു 1000 റുപ്പീസ് സംതിങ് ആണ്. ഇത് വരുന്നത് ഒരു 400 റുപ്പീസ് സംതിങ്ങിനാണ് ഞാൻ ഇത് മേടിച്ചിട്ടുള്ളത്. ഇത് അത്യാവശ്യം നല്ലതാണ് കേട്ടോ. ഞാൻ എൻ്റെ സ്കിന്നിൽ അത്യാവശ്യം നല്ല ഹെയറി ഫേസ് ആണ് എൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഷേവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണിത്. അല്ലാണ്ടും ഉപയോഗിക്കാം. ഇത് ഈ പറഞ്ഞ പോലെ മാർക്സും സ്ട്രെച്ച് മാർക്സും ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സൊല്യൂഷനാണ്. നിങ്ങൾക്ക് എന്തായാലും ട്രൈ ഔട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങളിത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയില്ല എന്നുണ്ടെങ്കിലും പ്രശ്നമില്ല. കാരണം നമ്മുടെ സ്കിന്നിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേണ്ടത് ഈ മോയ്സ്ചറൈസർ പറഞ്ഞിട്ട കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതാണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത്. ഞാൻ എന്ന് സൺസ്ക്രീൻ ഉപയോഗിക്കാൻ തുടങ്ങിയോ അന്ന് എൻ്റെ സ്കിന്നിൻ്റെ ടോട്ടൽ കണ്ടീഷൻ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ കോംപ്ലക്ഷൻ ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. എൻ്റെ സ്കിൻ ഇത്രയും കളറുള്ള സ്കിൻ ആയിരുന്നില്ല. എൻ്റെ കുറച്ചൊരു ഡൾ ഡാർക്ക് ടോൺ ഓഫ് സ്കിൻ ആയിരുന്നു പണ്ടൊക്കെ. പിന്നെ ഞാൻ സൺസ്ക്രീനൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ സ്കിന്നിൻ്റെ കളർ തന്നെ മാറാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ബ്രൈറ്റനിങ് പ്രൊഡക്ട്സോ വൈറ്റനിങ് പ്രൊഡക്ട്സോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഞാൻ അതിനെ പ്രൊമോട്ടും ചെയ്യുന്നില്ല. ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ലാഷ് ഷീൽഡിൻ്റെ ഈ ഒരു സൺസ്ക്രീനാണ്. ഇത് നിങ്ങൾക്ക് അറൗണ്ട് ഒരു 150 റുപ്പീസിൻ്റെ ഉള്ളിൽ കിട്ടും. അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ളൊരു സൺസ്ക്രീനാണ്. ഇനി ഇതെല്ലാം മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള സൺസ്ക്രീൻസ് നിങ്ങൾക്ക് ഫാർമസി പോയാൽ കിട്ടും. അതുപോലെ തന്നെ വേറെ പല സൺസ്ക്രീൻ ബ്രാൻഡ്സ് ഉണ്ട്. ഡോട്ട് ആൻഡ് കീ ഉണ്ട്, അക്വാലോജിക്ക ഉണ്ട്, അങ്ങനെ നല്ല കുറേ ബ്രാൻഡുകളുണ്ട്. പക്ഷെ എല്ലാ ബ്രാൻഡുകളും എല്ലാവർക്കും സൂട്ട് ആവണം എന്നില്ല. ഞാൻ പണ്ട് ലോട്ടസ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എനിക്കത് ഒട്ടും സൂട്ടായിട്ടുണ്ടായിരുന്നില്ല. വാവ് സ്കിൻ സയൻസിൻ്റെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അതും എനിക്ക് കുഴപ്പമില്ല എന്നേ പറയാൻ പറ്റില്ല. അല്ലാണ്ട് എനിക്ക് ഇതിൻ്റെ അത്ര ഹെൽപ്ഫുൾ ആയിട്ടില്ല. അതൊക്കെ പിന്നെയും വില കൂടിയതാണ്. പക്ഷേ ഇതെനിക്ക് അത്ര വില കൂടിയ സൺസ്ക്രീൻ അല്ലെങ്കിൽ പോലും ഇതെനിക്ക് നന്നായിട്ട് വർക്കൗട്ട് ആവുന്നൊരു സൺസ്ക്രീൻ ആണ് കേട്ടോ. പിന്നെ അടുത്തൊരു സൺസ്ക്രീൻ വരുന്നത് ഇത് മൂഡി പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെയാണ്. ഞാനത് പണ്ടും ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു മുംബൈയിലുള്ള സമയത്ത്. ഇത് വന്നിട്ട് 7 ഹൈഡ്രോബേഴ്സ്റ്റ് 50 PA++++ ആണ്. ഇത് വന്നിട്ട് ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണ്. മറ്റേ സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഇത്തിരി വൈറ്റ് കാസ്റ്റും കാര്യങ്ങളൊക്കെ തരും. ഞാൻ ഇപ്പോഴും അത് തന്നെയാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കണ്ടാൽ ഐ മീൻ ഇപ്പം അധികം വൈറ്റ് കാസ്റ്റ് ഒന്നും തോന്നിക്കുന്നില്ല. പക്ഷേ നമ്മൾ വേർത്ത് കഴിഞ്ഞാൽ അതൊക്കെ വരും പുറത്തേക്ക്. പക്ഷേ ഇത് വന്നിട്ട് ഭയങ്കര വാട്ടറി സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഇതാണ്. ഇപ്പോൾ കാണിച്ചു തരാത്തത് ഞാൻ അതിനകത്ത് ഇല്ലാത്തത് കൊണ്ടാണ്. ഇത് കഴിഞ്ഞു. അപ്പോൾ ഇത് വരുന്നത് അറൗണ്ട് ഒരു 200 സംതിങ് റുപ്പീസിനാണ് കേട്ടോ. ഇത് വന്നിട്ട് ഹൈലറോണിക് ആസിഡും കോക്കനട്ട് വാട്ടറാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്നാണ് പറയുന്നത്. ഭയങ്കര സ്മൂത്ത്, ലൈക്ക് നമ്മൾ ജെൽ അപ്ലൈ ചെയ്ത പോലെ ഇരിക്കും, അത്ര വെള്ളം അപ്ലൈ ചെയ്ത പോലെ ഇരിക്കും. അത്ര സ്മൂത്താണ് ഈ ഒരു സൺസ്ക്രീൻ എന്ന് പറയുന്നത്. നിങ്ങൾക്കിത് ചെക്കൗട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു സൺസ്ക്രീനാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്മെല്ലുണ്ട്. നിങ്ങൾക്ക് ഫ്രേഗ്രൻസ് ഫ്രീ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വേരിയേഷൻ കൂടി ഇതിനുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെക്കൗട്ട് ചെയ്യാം. ഞാൻ വേണമെങ്കിൽ എൻ്റെ കൂപ്പൺ കോഡ് ഞാൻ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെക്കൗട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ അതിനും പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി വന്നിട്ട് എൻ്റെ സ്കിന്നിലത്തെ പാടുകളും കാര്യങ്ങളൊക്കെ, എൻ്റെ സ്കിന്നിൽ അത്യാവശ്യം നിറയെ പാടുകളും ആക്നെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിനൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ് ഈ ഒരു പ്രൊഡക്റ്റ്. ഇത് വന്നിട്ട് ട്രെറ്റിൻ 0.25% ആണിത്. ഇതാണ് ഞാൻ എൻ്റെ ഡോക്ടർ തന്നിട്ടുണ്ടായിരുന്ന ഒരു ക്രീമാണ് കേട്ടോ. എൻ്റെ കൈൻ്റെ ഇവിടെയൊക്കെ ഇപ്പോഴും നല്ല പാടുണ്ട്. ആക്നെ വരുന്നതും പാടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ സ്കിന്നിലാണ് ഇതിപ്പോൾ പ്രധാനം. എൻ്റെ ഫേഷ്യൽ സ്കിന്നിനാണ് ഇതൊക്കെ കുറഞ്ഞിട്ടുള്ളത് കമ്പാരിറ്റീവ്ലി. അപ്പോൾ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇത്. അപ്പോൾ ഇത് വന്നിട്ട് നിങ്ങൾക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്നും കാര്യങ്ങളിൽ നിന്നൊക്കെ കിട്ടും. ആമസോണിൽ നിന്നും എല്ലായിടത്തും അവൈലബിൾ ആണിത്. അപ്പോൾ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. പക്ഷെ ഞാൻ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്നറിയോ, നിങ്ങളുടെ സ്കിൻ ചെറുതായിട്ട് ഡ്രൈ ആണെങ്കിൽ പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കും സ്കിന്നിന്. അങ്ങനത്തെ ഒരു പ്രശ്നം കൂടി ഇതിനുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് പാച്ച് ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ട് മാത്രം കണ്ടിന്യൂ ചെയ്ത് ഉപയോഗിക്കുക. നിങ്ങളുടെ ബോഡിയിലൊക്കെ ആക്നെ മാർക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ.
പിന്നെ ലിപ്സും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എൻ്റെ അത് പറയണതിൻ്റെ ഒപ്പം തന്നെ അതും പറയാമെന്ന് വിചാരിച്ചു. ലിപ്സ് എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് ഡ്രൈ ആവുന്നതാണ് എൻ്റെ വന്നിട്ട്. എൻ്റെ അത്രയ്ക്ക് അങ്ങോട്ട് സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് അല്ല എല്ലാ സമയത്തും. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ലിപ് ബാമാണിത്. ഇത് വന്നിട്ട് എൻ്റെ ഒരു കസിൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ഇതൊരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ പേര് വന്നിട്ട് മോഡ് ബൈ റോയ്ന്നോ അങ്ങനെ എന്തോ ആണ് കേട്ടോ. ഇതുപോലത്തെ ലിപ് ബാംസ് ഇനി അവൈലബിൾ ആണ്. ഇത് അത്യാവശ്യം നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ലിപ് ബാം ആണ്. ഇതൊരു വാനില ഫ്ലേവർ ആണ്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, ഇതിന്റെ ലിങ്ക് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്ന ഒന്നാണ് ലനേജിന്റെ ഈ ഒരു ലിപ് ബാം. ഇതൊരു ഗമ്മി ബെയർ ഫ്ലേവറിലാണ്. ഇത് എൻ്റെ ഒരു ഫ്രണ്ട് ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്തിട്ട് ഭയങ്കരമായിട്ടൊരു ഗ്ലോയി ഫിനിഷ് ഉണ്ടായിരുന്നു. അപ്പം അത് കണ്ടിട്ടാണ് ഞാനും മേടിച്ചത്. ഇത് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. ഇതിനൊരു 600 റുപ്പീസിൻ്റെ അടുത്ത് വരുന്നുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കിയ ലിപ് ബാംസ് ഉണ്ട്. അത് വന്നിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ബീസ് വാക്സും കുറച്ച് കോക്കനട്ട് ഓയിലോ അങ്ങനെ എന്തെങ്കിലും കൂടെ മിക്സ് ചെയ്ത്, കുറച്ച് എസെൻഷ്യൽ ഓയിൽ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്യാൻ പറ്റിയാൽ അതാണ് നിങ്ങളുടെ ലിപ് ബാം. അത് കുറേ നേരം ലാസ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഒരു ട്രിക്കും കൂടി ഉണ്ട്. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനലി സ്കിൻ പീൽ ഓഫ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് സ്കിൻ ഇടയ്ക്കൊരു മാസ്ക് പോലെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ഡെർമാക്കോൻ്റെ AHA BHA പീലിംഗ് സൊല്യൂഷൻ. ഇതും ഞാൻ പണ്ടും പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ഇതും അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇത് കഴിഞ്ഞതാണ്. ഇത് വേറൊരു കുപ്പിയും കൂടി ഉണ്ട്. അത് കാണാനില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് കാണിക്കുന്നത്. ഇത് വന്നിട്ട് 15% ആണ്. ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 30% ആണ്. നിങ്ങൾ ഒരിക്കലും ഒറ്റയടിക്ക് ചാടി കയറി 30 ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ആദ്യം തന്നെ ഒരു 15% ഉപയോഗിക്കുക. അത് കഴിഞ്ഞിട്ട് 30%ലേക്ക് പോവുക. ഇതും അത്യാവശ്യം എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ആൻഡ് ഞാൻ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞുതരാം. നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സ് മാത്രമല്ല കാര്യത്തിലുള്ളത്, നമ്മൾ കഴിക്കുന്ന ഫുഡും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എന്ന് ഷുഗർ ഭയങ്കരമായിട്ട് കട്ട് ചെയ്തു അന്നാണ് എൻ്റെ സ്കിൻ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആവാൻ തുടങ്ങിയത്. പിന്നെ എനിക്ക് PCOD ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ ലൈറ്റായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല പ്രോബ്ലംസും അതുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് നോക്കേണ്ടത് നിങ്ങളുടെ ഡയറ്റാണ്. എന്താണ് നിങ്ങൾ കഴിക്കുന്നത് എന്നുള്ളതാണ്. ഓയിലി ഫുഡാണോ, ചീസി ഫുഡാണോ, അതോ ഭയങ്കരമായിട്ട് ഡയറി ഉള്ള പ്രൊഡക്ട്സ് ആണോ? അപ്പം നിങ്ങൾ ഡയറിയും ഷുഗറും കട്ട് ചെയ്താൽ തന്നെ മുഖത്തുള്ള ആക്നെ പ്രോബ്ലംസ് ഒക്കെ കുറേയൊക്കെ മാറും. സ്കിന്നിൻ്റെ ടെക്സ്ചർ കുറേയൊക്കെ മാറും. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പ്രൊഡക്ട്സ് നോക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ മേടിച്ചാൽ മതി. അതല്ലാണ്ട് ചാടി കയറി പ്രൊഡക്ട്സ് മാത്രം വാങ്ങാൻ വേണ്ടിയിട്ടല്ല ഈ വീഡിയോ. നിങ്ങൾ നിങ്ങളുടെ ഡയറ്റും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ സ്കിന്ന് നന്നായിട്ടിരിക്കുള്ളൂ. അപ്പോൾ അത് പറഞ്ഞതോടുകൂടി ഞാൻ ഈ വീഡിയോ ഇതുവരെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നും ഹെൽപ്ഫുള്ളായി എന്നും വിചാരിക്കുന്നു. ഓൾ ദ പ്രോഡക്ട്സ് വിൽ ബി ലിങ്ക് ഡൗൺ ബിലോ ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. നിങ്ങൾ എന്തായാലും ചെക്കൗട്ട് ചെയ്യുക ആവശ്യമുള്ളത് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ദിസ് ഇസ് മി ശില്പ സൈനിങ് ഓഫ് ആൻഡ് ബൈ, ടേക്ക് കെയർ. Even when you feel low, you can still go. Even when you feel slow, you can still go. Even when there's no hope, you can still go. I never answer to no, man, I still go.